സുജിത്തെ, ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം അലങ്കോലമായതിൽ തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്യാതെ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കമ്മീഷണർക്ക് മാത്രമാണ് വീഴ്ച പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അങ്കിത് അശോകിനെതിരെ നടപടി എടുത്തു എന്നാണ് ഇപ്പോൾ ന്യായീകരിക്കുന്നത്. ഈ റിപ്പോർട്ട് കുറ്റവിമുക്തരാക്കുന്നത് സ്വയം അദ്ദേഹം, ഞാൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ട് ഞാൻ തന്നെ എന്നെ കുറ്റവിമുക്തനാക്കുന്നുണ്ട്. ADGP IG സേതുരാമനെ കുറ്റവിമുക്തനാക്കുന്നുണ്ട്. DG അജിതാ ബീഗത്തെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് എല്ലാം ഈ അങ്കിത് അശോകൻ്റെ തലയിലേക്ക് ഇടുന്നു, കുറച്ച് ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് ഇടുന്നു. റിപ്പോർട്ട് തയ്യാറാവുന്നു. ഇതാണ് റിപ്പോർട്ടിൻ്റെ റെസിപ്പിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. വിവരങ്ങളുമായി റോഷിപാൽ ചേരുന്നുണ്ട്. റോഷിപാൽ, മൊത്തം കുറ്റവിമുക്തമാക്കിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ്. ഞാൻ ഇന്നലെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും. താൻ തന്നെ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു, പക്ഷേ തനിക്ക് ആ വിവരങ്ങളൊന്നും അറിയില്ല. താൻ ഓഫായിരുന്നു, താൻ ലീവായിരുന്നു, താൻ മൂകാംബികയിലേക്ക് പോകാൻ ഉള്ള യാത്രാമധ്യയായിരുന്നു, തൻ്റെ ഭാര്യ വീട്ടിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അതിൽ തന്നെക്കുറിച്ച് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ കമ്മീഷണർക്ക് മുകളിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ പൂരം കലക്കിയതിൽ ബന്ധമോ ഉത്തരവാദിത്വമോ ഇല്ല എന്നുകൂടി റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതാകെ രണ്ട് പേരിൽ കുറ്റം ചാർത്തിക്കൊണ്ട് രക്ഷപ്പെടുന്നു. ഒന്ന് ദേവസ്വം, മറ്റൊന്ന് കമ്മീഷണർ. ഇതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് റോഷിപാൽ? അരുൺകുമാർ, ഏതായാലും റിപ്പോർട്ട് നൽകുമ്പോൾ ആ റിപ്പോർട്ടിൽ സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടാകില്ലെന്ന് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പോലീസ് മേധാവിക്ക് ADGP MR അജിത് കുമാർ കൈമാറിയതും. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ കൃത്യമാണ് എല്ലാ തെറ്റുകളും പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ആ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിൻ്റെ ചുമലിൽ ചാരി മറ്റുള്ളവർ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തം. പക്ഷേ ഇതിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികൾ 3 പേരും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അവർ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ആവശ്യമുന്നയിച്ച് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ട് ലഭിച്ചാൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ഈ റിപ്പോർട്ടിനെതിരെ പരക്കെ ആക്ഷേപം ഉയർന്നിരിക്കുന്നു. CPI പരസ്യമായി രംഗത്തെത്തുന്നു. CPI അന്ന് LDF സ്ഥാനാർത്ഥി എന്ന VS സുനിൽകുമാർ തന്നെ ബാഹ്യ ഇടപെടൽ പൂരം കലക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒരു പുനർചിന്തനം നടത്തുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം വരുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ADGPയുടെ ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് തിരക്കിട്ട് അത് പോലീസ് മേധാവിക്ക് ADGP സമർപ്പിക്കുന്നത്. ഇതിൽ അന്നവിടെ ഉണ്ടായിരുന്ന IG സേതുരാമൻ, ഒപ്പം DIG അജിതാ ബീഗം ഉൾപ്പെടെ അവരെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അവർക്ക് ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തമില്ല. എല്ലാ ഉത്തരവാദിത്വവും ഈ പരിചയസമ്പത്തില്ലാത്ത അന്നത്തെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന് മാത്രം. അങ്കിത് അശോകിന് അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന റിപ്പോർട്ടിൽ ഒരു പരാമർശവും ഇല്ലെന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെ വെളുപ്പിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ എല്ലാ കുറ്റങ്ങളും ഈ അങ്കിത് അശോകിൻ്റെ ചുമലിൽ ചാർത്താനുള്ള കൃത്യമായ ശ്രമം നടന്നു എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നിർണായകമാവുക. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും കുറ്റമുക്തരാക്കിക്കൊണ്ട് എല്ലാം കമ്മീഷണറുടെ മേളിൽ മാത്രം ചാർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ CPI അതിനെ അംഗീകരിക്കില്ല എന്നതാണ് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ആക്ഷേപ ലേഖനത്തിൽ പറയുന്നതും. വളരെ രൂക്ഷമായ പ്രതികരണമാണ് കേട്ടോ അതിനകത്തുള്ളത്.